ന്യൂസ് റൂം ലൈവിലേക്ക് പ്രധാന വാർത്തകൾ. പോലീസിനെ വിമർശിച്ച് മന്ത്രി കെ രാജൻ. പോലീസ് നടപടികൾ പലപ്പോഴും അതിരുവിടുന്നു. ലീഗിനെ ക്ഷണിക്കുന്നത് പരിഗണനയിലില്ല. ഗവർണറുടേത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചന. മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് 18 Q18. കൈവെട്ട് കേസ് ഒന്നാം പ്രതി സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ NIA. തിരിച്ചറിയൽ പരേഡിന് കോടതിയെ സമീപിക്കും. സഹായികളെ കണ്ടെത്താനും അന്വേഷണം. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി കേസ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് തല പ്രതിഷേധ ധർണ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയുടെ പരിഗണനയിൽ. സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പ് ഇന്ന് ചുമതലയേൽക്കും. റഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണം ഉച്ചയ്ക്ക് 2:30. ചടങ്ങുകൾ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ചർച്ചിൽ. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടന ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പമ്പയിൽ KSRTC ബസ്സിന് വീണ്ടും തീപിടിച്ചു. പുലർച്ചെ 6 മണിയോടെയാണ് അപകടം. ആർക്കും പരിക്കില്ല. മലമ്പുഴ ഉദ്യാനത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെ വൈകിട്ട് എത്തിയത് 30 കാട്ടാനകൾ. വിശദമായ വാർത്തയിലേക്ക്. പോലീസിനെ വിമർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. പോലീസ് നടപടി പലപ്പോഴും അതിരുവിടുന്നു. തിരുത്തൽ നടപടികൾ ഉണ്ടാകും. മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 Q18 മന്ത്രി കെ രാജന്റെ പ്രതികരണം. അറസ്റ്റ് ചെയ്തതടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഒരു അല്പം കടന്നു ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പ്രതിപക്ഷത്തിന് കഴിയില്ലേ? അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ പറഞ്ഞത് പോലീസ് പല ഘട്ടങ്ങളിലും അതിരുവിട്ട നടപടികൾ ഇപ്പം മാത്രമല്ല, നേരത്തെ ഉണ്ടായിട്ടില്ലേ? PS സുബാലിനെ പുലർച്ചെ 4 മണിക്ക് IVF-ന്റെ സംസ്ഥാന പ്രസിഡന്റും MLA-യുമായിരിക്കുമ്പോൾ പുലർച്ചെ 4 മണിക്കാണ് വീട്ടിൻ്റെ അകത്ത് അടുക്കളയുടെ വാതിൽ ചവിട്ടി തുറന്നെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പത്രപ്രവർത്തകരായിട്ടന്ന്. ഇവിടെ പ്രതിപക്ഷ സംഘടനാ നേതാക്കളെ ആക്രമിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ആക്രമിച്ചത് മറ്റാരെങ്കിലും ആക്രമിച്ചതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷേ ഒരു ഓർമ്മയുണ്ടാകണം, ഡീൻ കുര്യാക്കോസ് നോക്കി നിൽക്കുമ്പോഴാണ് അന്നത്തെ IVF-ന്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണപ്രസാദും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വനിത ബിന്ദുരാജും ഉൾപ്പെടെയുള്ള നമ്മുടെ കൊച്ചു പ്രകടനത്തിന് നേരെ ഇതേ ആയുധങ്ങളുമായി അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്, ഡീനെന്ന് MP അല്ല, ഡീനെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഡീൻ്റെ സാന്നിധ്യത്തിൽ PMGയിൽ വളഞ്ഞിട്ടടിച്ച് എത്ര ക്രൂരമായ മർദ്ദനം ഉണ്ടായത്. പ്രകടനം നടത്താൻ പാടില്ലേ കേരളത്തിൽ? അന്ന് ഇത്ര പ്രയാസാർക്കും കണ്ടില്ല. ഞാൻ ബിന്ദുരാജിൻ്റെ സാരി വലിച്ച് കീറി, അക്ഷരാർത്ഥത്തിൽ സാരി പൂർണ്ണമായി വലിച്ചു കീറി. ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ. കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് അത് ശരിയാണെന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത്തരം കാര്യങ്ങളിൽ നേരത്തെ ഈ നിലപാടെടുത്തവർ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഇത്തരം കാര്യങ്ങളിൽ പരമാവധി സംയമനം പാലിക്കേണ്ട ഉത്തരവാദിത്തം അധികാര ഏജൻസികൾക്കുണ്ട്. അത് ഇനി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണമെന്നാണ്. ലീഗിന്റെ LDF പ്രവേശന സാധ്യത തള്ളി മന്ത്രി കെ രാജൻ. ഇക്കാര്യം മുന്നണി അജണ്ടയിലില്ല. പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതും മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതും രണ്ടാണ്. വിപുലീകരണത്തിനല്ല, അടിത്തറ മെച്ചപ്പെടുത്തുന്നതിനാണ് മുന്നണി ഊന്നൽ നൽകുന്നത്. ലീഗിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും മുന്നണിയിൽ നടക്കുന്നില്ലെന്നും മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു മുന്നണി വിപുലീകരണത്തിനുള്ള ചിന്തകളോ അത്തരം സാധ്യതകളോ മുന്നണി കാണുന്നുണ്ടോ? ഒരു LDF അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് മറ്റോ കടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ചർച്ചയിലേക്കും പോയിട്ടില്ല. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണം, അത് ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ലീഗിന് പരോക്ഷമായിട്ടുമൊക്കെ ഒരു ക്ഷണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു ചിന്തകളോ സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുമില്ല. പരിപാടിക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ വന്നാൽ മൈക്കിൽ നല്ല പ്രസംഗിച്ച് പോകാം. മുന്നണിയിലേക്ക് വിളിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ മുന്നണിയിൽ നടന്നിട്ടില്ല. ലീഗിനെ വിളിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയും മുന്നണിയിൽ നടക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വീണ്ടും 16-ാം തീയതി ഞങ്ങൾ കൂടാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള ഒരു യോഗത്തിലും ആരെങ്കിലും അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. അങ്ങനെ പ്രപ്പോസൽ വരുന്ന കാലത്ത് നമുക്ക് അപ്പോൾ അഭിപ്രായം പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ടയും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പിലില്ല. വിശിഷ്ട CPI അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഗവർണർ നടത്തുന്നത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് കേരളം കണ്ടതാണ്. ആ ശ്രമത്തിന്റെ തുടർച്ചയാണ് ഗവർണറെ വിട്ടും നടത്തുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഭൂപതിവ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് അത് തുടർന്നു പോകുന്നത്, എത്ര കാലം തുടർന്നു പോകുന്നത് ഭൂഷണമായി വരും ഒരു മുന്നണി, ഒരു സർക്കാർ സംവിധാനത്തിൽ? ഗവർണറും സർക്കാരും തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും സ്പേസ് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നമുക്കിഷ്ടം പോലെ പെരുമാറാൻ ഇതൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബല്ലല്ലോ. ഇത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ലേ. ഭൂരിപക്ഷം കൊണ്ടാണെങ്കിലും ഏകകണ്ഠമായിട്ടാണെങ്കിലും അങ്ങനെ പാസ്സാക്കിയൊരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാം, ആ ബില്ല് ഒപ്പിടാം, ആ ബില്ല് കുറച്ചു കാലത്തേക്ക് എടുത്തു വയ്ക്കാം, ആ ബില്ല് സർക്കാരിന് തിരിച്ചയക്കാം. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ചെറിയ സമയം. നിയമസഭയിലേക്ക് തിരിച്ചയച്ചാൽ 200-ന്റെ പ്രൊവിസ്റ്റോ പറയുന്നത് എന്താ? 200-ന്റെ പ്രൊവിസ്റ്റോ പ്രകാരം അങ്ങനെ തിരിച്ചയച്ചാൽ അദ്ദേഹത്തിൻ്റെ, അതായത് ഗവർണറുടെ അഭിപ്രായം വേണമെങ്കിൽ എടുക്കുകയോ ഇല്ലെങ്കിൽ എടുക്കാതെ തന്നെ ഉത്തമ വിശ്വാസത്തോടെ തിരിച്ചയക്കുകയോ ചെയ്താൽ പിന്നെ വിശദീകരണമില്ല. ഗവർണർ ഒപ്പിട്ടേക്കണം, അത് മാൻഡേറ്ററിയാണ്. ഇവിടെ ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള ചോദ്യം നിയമസഭ പാസാക്കിയൊരു ബില്ലിൽ ചോദിക്കാൻ ഒരവകാശവും കോടതി പിന്നെ ഭരണഘടന അനുസരിച്ച് ഗവർണർക്കില്ല. പിന്നെ ഗവർണർക്ക് ചോദിക്കാം. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലഭ്യമായ കത്തുകളുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് ചോദിക്കാം. ബാധ്യതകളില്ലെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സർക്കാരിന്റെ വാദമൊന്നും തള്ളുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഒപ്പിടാത്തത് മാത്രമല്ലാത്ത വിഷയമുണ്ട്. തുറന്ന പോരിലേക്ക് ഗവർണർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇടുക്കിയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഗവർണർ വീണ്ടും പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ അത് എത്ര കാലത്തേക്ക് അങ്ങനെ ഒരു ഭരണ സംവിധാനം? അല്ല, അത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഗവർണർ എന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമാനക്കുറവുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അവകാശത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനാണ് ഗവർണർ. തങ്ങളുടെ നാട്ടിലെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന നാട്ടിലെ ക്രമസമാധാന നില തകർന്നു എന്ന് പരിശോധിക്കാൻ കോഴിക്കോട് മുട്ടായി തെരുവിൽ ഗവർണർ പോയിട്ട് എന്തുണ്ടായേ? കണ്ടവരൊക്കെ ഹലുവ കൊടുത്തു. ഹലുവ മുഴുവൻ പിന്തുണയാണെന്ന് കരുതരുത്. അത് മിഠായി തെരുവിൽ വരുന്ന എല്ലാവരോടും ആതിഥേയ മര്യാദ അനുസരിച്ച് ജനങ്ങൾ കൊടുക്കും. എവിടെയാണ്, ഏത് ഘട്ടത്തിലാണ് ഗവർണർക്ക് കേരളത്തിലെ സർക്കാരിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാൻ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയാണ്. EDയും CBIയും വട്ടമിട്ട് പറന്നു കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ മുഴുവൻ ആറാട്ട് നടത്തി. കേരളത്തിന് കിട്ടേണ്ട 1,07,653 കോടി രൂപ 7.5 വർഷക്കാലത്തിനിടയിൽ തടഞ്ഞു വെച്ചു. കേരളത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അരിയുടേതുൾപ്പെടെയുള്ള സകല ഗ്രാൻറ്റുകളും തടഞ്ഞു വെച്ചു, കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ടും തളരാത്ത കേരളത്തെ ഗവർണറെ വിട്ടും ഒരു പരിശ്രമം നടത്തി ഭരണകൂടത്തെ ആക്രമിക്കുക, ഭരണനിർവഹണത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാക്കപ്പെടുന്ന സ്ഥലമാകില്ല കേരളം എന്നുള്ളത് കേരളത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി NIA ഉടൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാൽ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. സവാദ് ഈ മാസം 24 വരെ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇനിയുള്ള നടപടികൾ? സവാദിന്റെ ഫോണുകൾ പരിശോധിക്കുന്നുണ്ട്, അതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്, ഒപ്പം തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത്രകാലം 13 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞത്, ആരുടെയൊക്കെ സഹായം എന്നതുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് ഇനി കടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് NIAയുടെ നടപടികൾ നടക്കുക? ധന്യ, വൈകാതെ NIA ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ 24 വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ പൂർത്തിയാക്കേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ പരേഡ് അത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് കടന്നു പോകാനാണ് NIAയുടെ നീക്കം. ഇന്ന് തന്നെ അതിനായുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.
ഇതിൽ ഈ 13 വർഷത്തോളം കഴിഞ്ഞ കാലയളവിൽ അതിലൊരു വലിയ കാലയളവ് കേരളത്തിൽ തന്നെയായിരുന്നു എന്നാണ് NIAയുടെ ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം 8 വർഷം മുമ്പ് വിവാഹിതനാകുന്നു. ആ ഒരു കാലം മുതൽ ഇവിടേക്ക് കണ്ണൂരിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പലയിടങ്ങളിലായിട്ട് തന്നെ ഒളിവിൽ കഴിഞ്ഞതായിട്ടുള്ള വിശദാംശങ്ങൾ NIA ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു നീണ്ട കാലയളവ് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്നുണ്ട്. അതിൽ പ്രാദേശികമായ സഹായം വേണ്ടുവോളം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം, തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം അടക്കം ഒരുക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ധനസഹായമടക്കം SDPIയിൽ നിന്നടക്കം ലഭിച്ചതായിട്ടുള്ള ഒരു കണ്ടെത്തലുമെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. തികച്ചും ഇയാൾക്ക് വേണ്ടി സംരക്ഷണം നൽകുന്നതിനും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക സഹായം അടക്കമുള്ളവ ലഭ്യമാക്കുന്നതിനും കൃത്യമായ ആളുകൾ ഇതിനിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നതടക്കം NIAക്ക് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്ക് എത്തുക, ഈ ആളുകളെ കൃത്യമായിട്ട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഗൂഢാലോചനയിലടക്കം പങ്കാളികളായവരെയും ഇതിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ വിചാരണ എന്നത് ഈ കേസിൽ രണ്ട് വിചാരണകൾ നടക്കുകയും 19ഓളം പേർക്ക് ഇതിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ മൂന്നാം ഘട്ടം തന്നെയായിരിക്കും. ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ പേര് ഇതിനകത്തേക്ക് ഈ കേസിലേക്ക് വരാനുള്ളൊരു സാധ്യത വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെയും ആ പ്രതിപട്ടികയിൽ എണ്ണം കൂടാം, അതോ നേരത്തെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടി വരും. അങ്ങനെ അത്തരം നടപടികളടക്കം ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഇനി ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും 13 വർഷം ഒളിവിൽ കഴിഞ്ഞത് അതിൽ വലിയൊരു കാലയളവ് കേരളത്തിലാണെന്ന് കണ്ടെത്തിയത് തന്നെയും ഇതിൽ സഹായം ചെയ്തുള്ളവരുടെ ഒരു നീണ്ട നിര തന്നെ പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഇയാളെ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം, ഏതാണ്ട് ഒരു 7 ദിവസത്തിലധികം കസ്റ്റഡിയിൽ അപേക്ഷ സമർപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അതിലായിരിക്കാം കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. വൈകാതെ തന്നെ കോടതി നടപടികളിലേക്ക് അടക്കം NIA കടക്കും. NIA അപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. നന്ദി. മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മകരവിളക്ക് ദർശിക്കാനായി കൂടുതൽ ദിവസം സന്നിധാനത്ത് തങ്ങുക തീർത്ഥാടകരെ നിർബന്ധപൂർവ്വം തിരിച്ചയക്കേണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇന്നും നാളെയുമായി സന്നിധാനത്ത് ഉദ്യോഗസ്ഥതല യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. സന്നിധാനത്ത് നിന്ന് സജി സി വാര്യരുടെ റിപ്പോർട്ട്. മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെയാണ് സന്നിധാനത്തും മറ്റു പ്രദേശങ്ങളുമായി വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആണ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. പമ്പയിലും അതുപോലെ പമ്പ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യൂ പോയിന്റുകൾ അതുപോലെ മറ്റ് സുരക്ഷാ സന്നാഹങ്ങളെല്ലാം വിലയിരുത്തി 15-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കടത്തിവിടുകയുള്ളൂ. ഉച്ച കഴിഞ്ഞ് തീർത്ഥാടകരെ കടത്തിവിടില്ല. ഈ സാഹചര്യമുണ്ട്. അപ്പോൾ അതേസമയം പുല്ലുമേടിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ എത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഇവിടെ വന്ന് സന്നിധാനത്ത് വന്ന് തങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണം. അതേസമയം തീർത്ഥാടകർക്ക് ഭംഗിയായി മകരവിളക്ക് ദർശിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കണം. അതിനുള്ള വ്യൂ പോയിന്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് കൃത്യമായി പമ്പ ഹിൽ ടോപ്പ് അടക്കമുള്ള മേഖലകളിൽ സുരക്ഷാ സാധ്യത വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ മുൻവർഷങ്ങളിലെ തിരക്ക് ഇത്തവണയും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ അതിനുവേണ്ട സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്. മകരവിളക്കിൻ്റെ തലേ ദിവസവും അന്നത്തെ ദിവസവും മകരവിളക്ക് ദിവസവും വെർച്വൽ ക്യൂ വഴിയും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 50,000-ഉം അതുപോലെ 40,000-ഉമായി ചുരുക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ തിരക്ക് ഉണ്ടാകില്ല. എത്തുന്ന തീർത്ഥാടകർക്ക് നല്ല തോതിൽ മകരവിളക്ക് ദർശിക്കാനാകും എന്നാണ് പ്രതീക്ഷ. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എത്തുന്ന തീർത്ഥാടകരെ ഈ വെർച്വൽ ക്യൂ എന്ന ഒരു കാരണം പറഞ്ഞ് തിരിച്ചയക്കേണ്ടതില്ല എന്ന തീരുമാനവും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരു കാരണവശാലും അത്തരത്തിൽ ദർശനത്തിനായി എത്തുന്ന ആളുകളെ ഏതെങ്കിലും കാരണം പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ബോർഡ് വ്യക്തമാക്കുന്നുമുണ്ട്. മാരാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഇന്ന് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 2:30 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. കർദിനാൾ ജോർജ് ആലഞ്ചേരി, മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക.
ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എപ്പോഴാണ് ചടങ്ങ്? എങ്ങനെയൊക്കെയാണ്? ആരൊക്കെ പങ്കെടുക്കും? ധന്യ, ഇന്ന് സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ 2:30 ചടങ്ങുകൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലൊരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട വിശ്വാസി സമൂഹത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവർക്കാണ് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാകുക. അതോടൊപ്പം തന്നെയാണ് സഭയുടെ ഈ സിനഡിലുണ്ടായിരുന്ന മുഴുവൻ ബിഷപ്പുമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 65ഓളം പേരാണ് സിനഡിൽ ഉണ്ടായിരുന്നത്. അതിൽ മുഴുവൻ ബിഷപ്പുമാരും ഇതിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുരോഹിതർ, സന്യസ്തർ എല്ലാവരും തന്നെയും ഇതിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. KCBC അധ്യക്ഷനും KCBC അധ്യക്ഷൻ കൂടിയായ ക്ലിമീസ് കാത്തോലിക്ക ഭാവയും ഇതിൽ പങ്കെടുക്കും. മലങ്കര സഭയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ഇതിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട വിപുലമായ അതിഥികൾക്ക് മുന്നിൽ ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സ്ഥാനാരോഹണത്തിന് ശേഷം അവിടെ മൗണ്ടിൽ തന്നെയുള്ള ചാപ്പലിൽ അദ്ദേഹം ദിവ്യബലി അർപ്പിക്കും. മുഖ്യ കാർമ്മികനായിരിക്കും അദ്ദേഹം. എന്തായാലും ഇതിൽ ഈ പുതിയ സ്ഥാനാരോഹണം സംബന്ധിച്ച വലിയ രീതിയിലുള്ള പ്രതീക്ഷകളോടെയാണ് വിശ്വാസി സമൂഹം നോക്കുന്നത്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന തർക്കവിതർക്കങ്ങൾ ഇതിലെല്ലാം തന്നെ ഒരു പരിഹാരങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പുതിയ അധ്യക്ഷൻ്റെ കടന്നുവരവോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം തന്നെയും ബിഷപ്പ് തന്നെയും ഇതിനോട് പ്രതികരിച്ചത് തർക്കങ്ങളുടെ ഒരു കാലം കഴിയുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ചർച്ചകൾക്ക് വേണ്ടിയുള്ള വഴികൾ മുന്നിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം കുർബാന ഏകീകരണം സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന തർക്കത്തെക്കുറിച്ചെല്ലാം തന്നെ പ്രതികരിച്ചത്. ഇതിൽ കുർബാന ഏകീകരണത്തിൽ വലിയ രീതിയിലുള്ള വിമത ശബ്ദം ഉയർത്തുന്ന വൈദികരും വലിയ വിശ്വാസികളുമെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പുതിയ ഇടയനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ഒരുപക്ഷെ പുതിയ സിനഡിൻ്റെ ഒരു സമ്മേളനത്തിന് പുതിയ അജണ്ടകളെല്ലാം തന്നെ തീരുമാനിക്കപ്പെടാം. അതിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കടന്നു വന്നേക്കാം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഡാനി, ഫാദർ റാഫേൽ തട്ടിലിന് ഇതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കും? വിശ്വാസികൾക്കിടയിലാണെങ്കിലും മറ്റ് തീരുമാനങ്ങൾക്കുള്ളിലാണെങ്കിലും ഒക്കെ ഏത് തരത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും? അദ്ദേഹത്തെക്കുറിച്ച് കൂടി. ധന്യ, ഇതിൽ അദ്ദേഹം പൊതുവിൽ തന്നെയും എല്ലാവരുമായി വളരെ അടുത്ത സൗഹൃദം വിശ്വാസികൾക്കിടയിലും അതോടൊപ്പം തന്നെ സഭയുടെ മറ്റ് ബിഷപ്പുമാർക്ക് എല്ലാവർക്കും ഇടയിലും തന്നെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. തികഞ്ഞ എല്ലാവരും ഊഷ്മളമായൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നൊരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയും ഇത്തരം കാര്യങ്ങളെ എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ചില കാര്യങ്ങളിലെല്ലാം തന്നെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് അതൊരു വിശ്വാസത്തിൻ്റെയും കാര്യങ്ങളിലെല്ലാം വരുമ്പോഴും അദ്ദേഹം ആ ഒരു പാതയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതിനൊപ്പം തന്നെയും സിനഡ് ഏൽപ്പിച്ച അല്ലെങ്കിൽ വത്തിക്കാൻ നൽകുന്ന വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്വം അത് വിശ്വാസപരമായ ഒരു കാര്യങ്ങൾക്ക് കൂടിയാണ്. അത് നടപ്പാക്കേണ്ടതുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് കുർബാന ഏകീകരണം പോലുള്ള ഒരു വിഷയങ്ങളിൽ സഭയുടെ മറ്റ് തലങ്ങൾ പ്രത്യേകിച്ച് മറ്റ് രൂപത അതിരൂപതകളെല്ലാം തന്നെയും അതിനോട് അനുകൂലിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ് അതിൽ നിന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കുന്നതും ഭിന്നസ്വരം മുഴക്കുന്നതും അവിടെയാണ്. അവിടെ എല്ലാവിധ വത്തിക്കാൻ്റെ ദൗത്യങ്ങളും പരാജയപ്പെടുന്നതായാണ് നമ്മൾ കണ്ടത്. പല ഇടപെടലുകളുണ്ട്, അതെല്ലാം തന്നെ പരാജയപ്പെടുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഒടുവിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കർദിനാൾ ജോർജ് ആലഞ്ചേരി രാജിവെക്കുന്നതും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഫോർമുല എന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും തന്നെ ഉണ്ടായി. അപ്പോൾ ഇത്തരം സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കൂടി എത്തുന്നത് എന്നത് വിസ്മരിക്കാൻ പാടില്ല. ഈ ഒരു സാഹചര്യം, ആ ഒരു ദൗത്യം അത് എത്ര കണ്ട് ലഘൂകരിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെയായിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്തായാലും അദ്ദേഹം നൽകുന്ന സൂചനകൾ വലുതാണ്. ചർച്ചകളുടെ ഒരു സമയം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ അത് പറയുന്നു. അതിലൂടെ മാത്രമേ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹവും വിശ്വസിക്കുന്നു എന്നത് ശുഭസൂചകമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഇത്തരം ഒരു സമയത്ത് എന്ത് ഫോർമുല എന്നതാണ് ഇനി ആലോചിക്കേണ്ടത്. അത് ഒരുപക്ഷെ സഭാതലങ്ങളിൽ ഇതിനകം തന്നെ അതിനു വേണ്ടിയുള്ളൊരു ചർച്ചകൾ കഴിഞ്ഞു കാണുമെന്ന് തന്നെയാണ്
കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം കൂടുതൽ വിപുലമായ ചർച്ചകൾ ഈ കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ചർച്ചകളിലൂടെ ഒരുപക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഭയെ പുതിയ പാതയിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് പൊതുവിൽ സഭാ നേതൃത്വവും വിശ്വാസ സമൂഹവും പ്രതീക്ഷിക്കുന്നത്. ആലഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കും. എങ്ങനെയാണ് ചടങ്ങുകളെക്കുറിച്ച് കൂടി ഇവിടെ വെച്ചാണ് ആരൊക്കെയാണ് പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു രീതി? ധന്യ, അതിൽ ഒന്നുകൂടി ചേർക്കേണ്ടത് സാധാരണഗതിയിൽ ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മൾ ഇവിടെ സഭയുടെ സ്ഥാനിക ദേവാലയമായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂടി ഭാഗമാവുന്ന സെൻറ്റ് മേരീസ് ബസിലിക്കയിലാണ് സാധാരണ ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷേ ഇത്തവണ അത് ഇപ്പോഴും തന്നെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തർക്കങ്ങളുടെയും എല്ലാം തന്നെ ഒരു പ്രതിസന്ധി അവിടെയും നിലനിൽക്കുന്നുണ്ട്, നീളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോകാതെ തന്നെ സഭാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് മൗണ്ട് സെൻറ്റ് തോമസിലായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ളൊരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചടങ്ങുകൾ നടക്കുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, അതോടൊപ്പം തന്നെ നിലവിൽ ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു അധികാരം നൽകിയിട്ടുള്ള ഇപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട് അവിടെ ഉള്ള അപ്പോസ്റ്റലിക് ഡെലിഗേറ്റ് കൂടിയായ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ കടന്നു പോകുക. ഒപ്പം തന്നെയും സിനഡിൻ്റെ ബിഷപ്പുമാർ ഏതാണ്ട് 63ഓളം ബിഷപ്പുമാർ അവിടെയുണ്ട്, 65ഓളം ബിഷപ്പുമാരുണ്ട്. അവരടക്കം ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കാർമ്മികങ്ങളിലെല്ലാം തന്നെ പങ്കാളികളാകും. ഒപ്പം പുരോഹിതരും മറ്റ് സന്യസ്തരുമെല്ലാം ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്യും. ക്ഷണിക്കപ്പെട്ട വിശ്വാസ സമൂഹത്തിനായിരിക്കും അവിടേക്ക് പ്രവേശനം നൽകുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി കേസ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തും. വൈകുന്നേരമാണ് പ്രതിഷേധ പരിപാടികൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയുടെ പരിഗണനയിലാണ്. ഐശ്വര്യ ചേരുന്നു. ഐശ്വര്യ, ഇന്നലത്തെ മാർച്ചിലും നടപടിയിലേക്ക് കടന്നിരിക്കുന്നു പോലീസ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ധന്യ, വീണ്ടും പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ കേസെടുത്തിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ MLA ആണ് ഒന്നാം പ്രതി. ഒപ്പം സുധീർ ഷാ പാലോട്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. ഒപ്പം ഷജീർ നേമം നിലവിലെ ജില്ലാ പ്രസിഡന്റാണ്. ഇവരെ പ്രതികളാക്കി 1, 2, 3 പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട്. അന്യായമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. ആകെ 5 പ്രതികൾ, അതായത് 5 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഒപ്പം കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെയുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമ്മേളനങ്ങളും മാർച്ചുകളും സംഘടിപ്പിക്കാൻ KPC അധ്യക്ഷൻ ആഹ്വാനം ചെയ്തിരുന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും സമരജാല സംഘടിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പ്രതിഷേധത്തിലും ഇത്തരത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നു. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചേക്കും എന്നുള്ളതാണ്. ഏത് രീതിയിൽ ഈ ജാമ്യാപേക്ഷ, ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് കണ്ടറിയുന്നത്. എന്തായാലും ഈ വലിയ രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത്. വരും മണിക്കൂറുകളിലും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൂടി ഷാഫി പറമ്പിലിനെ പ്രതിയാക്കിക്കൊണ്ട് കന്റോൺമെന്റ് പോലീസ് എടുത്തിരിക്കുന്നത്. പമ്പയിൽ KSRTC ബസ്സിന് വീണ്ടും തീപിടിച്ചു. പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. ഹിൽവ്യൂവിൽ നിന്ന് ആളുകളെ കയറ്റാൻ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ല. മലമ്പുഴ ഉദ്യാനത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെ വൈകിട്ടാണ് സംഭവം. 30 കാട്ടാനകളാണ് ഉദ്യാനത്തിലെത്തിയത്.
അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന സോണിയാഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും അധിർ രഞ്ജൻ ചൌധരിയുടെയും തീരുമാനത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നേക്കും. കർണാടകയിൽ നിന്നുള്ള നേതാക്കളും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഘടകങ്ങളിലെ നേതാക്കളും ഹിമാചൽ മുഖ്യമന്ത്രിയും അടക്കം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച ശേഷം ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം മാറ്റാനടക്കം സമ്മർദ്ദമുണ്ടായേക്കും. തീരുമാനത്തെ വിമർശിച്ച് കൂടുതൽ ബിജെപി നേതാക്കളും രംഗത്ത് വന്നേക്കും. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഈ തീരുമാനത്തിന്റെ പേരിൽ കൂടുതൽ പ്രതിരോധത്തിലാകും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കൊച്ചി ഒരുങ്ങുന്നു. ഈ മാസം 16-ന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടി തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനുള്ള ബിജെപി ബൂത്തുകളുടെ സമിതിയായ ശക്തി കേന്ദ്രയുടെ യോഗമാണ്. സംസ്ഥാനത്തെ 7000 ശക്തി കേന്ദ്ര പ്രമുഖന്മാർ പങ്കെടുക്കുന്ന യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാത്രി കൊച്ചി നഗരത്തിലെ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൊച്ചി ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന അദ്ദേഹം 17-ാം തീയതി രാവിലെ 8-ന് ഹെലികോപ്റ്റർ മാർഗം ഗുരുവായൂരിലേക്ക് തിരിക്കും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. തിരികെ കൊച്ചിയിലെത്തിയ ശേഷം കൊച്ചി ഷിപ്പ്യാർഡിന്റെ 2 പ്രധാന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, ഡ്രൈ ഡോക്ക് എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് ഇഡി നോട്ടീസ്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടിയാണ് നോട്ടീസ്. ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ഫാറൂഖ് അബ്ദുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി